ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട സ്ത്രീ പുരുഷന്മാരായ നമ്മെ അൾത്താരയിലെ കൂദാശയില് കർത്താവ് കണ്ടുമുട്ടുകയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ അവിടുന്ന് സഹയാത്രികനായി തീരുകയാണ്. ഈ കൂദാശയില് കർത്താവ് യഥാർത്ഥത്തിൽ നമുക്ക് ഭക്ഷണമായി മാറുകയാണ്. നമ്മുടെ ദേവാലയങ്ങളിൽ നിന്ന് ആരാധനയുടെ അലകളാണ് നിരന്തരം ഉയരേണ്ടത്. അതൊരു ദേശത്തിന്റെ മുഴുവൻ അനുഗ്രഹ കാരണമായിട്ട് മാറേണ്ടതാണ്. സാത്താന്റെ കോട്ടകൾ അവിടെ തകർക്കപ്പെടേണ്ടതാണ്. അതിനാൽ തന്നെ ബലിയർപ്പണം അരോചകമാക്കി അത് നിർത്തലാക്കാൻ സാത്താൻ പരിശ്രമിക്കുകയാണ്. സ്നേഹമുള്ളവരെ, അവന്റെ കുടില തന്ത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. കൊറോണ കാലമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പല ആളുകളും, യുവതി യുവാക്കളും, അന്ന് നമുക്ക് ലഭിച്ച ആനുകൂല്യമുണ്ടല്ലോ, വീടുകളിൽ ഇരുന്ന് ടി വിയിൽ അല്ലെങ്കിൽ മൊബൈലിൽ വിശുദ്ധ കുർബാനയെ കണ്ടാൽ മതി എന്നുള്ള അത് ഇപ്പോഴും തുടരുന്നവരുണ്ട്. സ്നേഹമുള്ളവരെ, ഇത് സാത്താന്റെ ഒരു വലിയ കെണിയാണ്. ഒരിക്കൽ ആരാധകരെ കൊണ്ട് നിറഞ്ഞിരുന്ന പല ദേവാലയങ്ങളും ഇന്ന് പല സ്ഥലത്തും ശൂന്യമായി തിരികെയാണ്. ഏറ്റവും ശ്രേഷ്ഠവും പരമോന്നതവുമായ ആരാധനയിൽ നിന്നാണ് ജനം വിട്ടുപോകുന്നത്. സഭയെ തകർക്കാനുള്ള അവന്റെ ആക്രമണ രീതിയാണിത്. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇപ്രകാരം വചനം പറയുന്നുണ്ട്: ദൈവം എന്ന് വിളിക്കപ്പെടുന്നതോ ആരാധന വിഷയമായിരിക്കുന്നതോ ആയ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്കുപരി തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിന്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും. സ്നേഹമുള്ളവരെ, ലോകത്തിൽ ഒരു ദേവാലയം ശൂന്യമായാൽ അത് സാത്താന്റെ വിജയമായിരിക്കും. അവന്റെ പ്രവർത്തനം തന്ത്രപൂർവമാണ്. സാത്താന്റെ യുദ്ധതന്ത്രത്തിന് നമ്മൾ കനത്ത പ്രകരം കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ഹൃദയത്തിൽ ഈശോയെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇതൊരു തിരിച്ചറിവായിട്ട് കടന്നു വരണം. അപകടകരമായ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ദൈവനിർമ്മിത ആലയങ്ങളായ മനുഷ്യ ഹൃദയങ്ങളും ദൈവാരാധന നിലച്ച ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് അപകടകരമായ ഒരു സൂചനയാണ്. മാമോദീസായിലൂടെ നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമായി മാറ്റപ്പെട്ടു. യേശുവിനെ കർത്താവായി ആരാധിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ്. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യത്തില് പറയുന്നുണ്ട്: ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിനെന്ന്. ആധുനിക യുഗം പുരോഗതിയിലേക്ക് കുതിക്കുകയാണ്. അപ്പോഴും ആയിരങ്ങളുടെ മനസ്സ് വെന്തുരുകയാണ്. ഏറെ ഹൃദയഭാരവുമായിട്ടാണ് ഓരോരുത്തരും ആരാധനയ്ക്ക് അണയുന്നത്. സ്നേഹമുള്ളവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം, നമുക്ക് ഓടി അണയാൻ, ഹൃദയം വെന്തു നീറുമ്പോൾ, സ്നേഹം കിട്ടാതെ, ഒറ്റപ്പെട്ട അവസ്ഥയില് അംഗീകരിക്കപ്പെടാതെ നമ്മൾ ഹൃദയത്തിൽ വെന്തുരുകുമ്പോൾ നമുക്ക് ഓടി അണയാൻ പറ്റുന്ന ഏക സ്ഥലം ബലിവേദിയാണ്, ദിവ്യകാരുണ്യ നാഥനാണ്. ഈശോ നമ്മളെ ചങ്കോട് ചേർത്തണയ്ക്കും. അവന്റെ മാറ് പിളർക്കപ്പെട്ടത് നമ്മളെ ചേർത്തണയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് മറ്റൊരു സ്ഥലത്തും പോയാൽ കിട്ടത്തില്ല. അത് വിശുദ്ധ കുർബാനയിൽ എത്തണം. കുർബാനയിൽ നമ്മളെ തന്നെ നമ്മൾ സമർപ്പിക്കണം. അപ്പോൾ മാത്രമാണ് കർത്താവിന്റെ ആ വലിയ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എൻ്റെ ജീവിത സാഹചര്യങ്ങളില് സങ്കടങ്ങൾ വരുമ്പോൾ മറ്റൊരാളോട് ഷെയർ ചെയ്യാതെ ഞാൻ നേരെ ദിവ്യകാരുണ്യ ഈശോയിലേക്കാണ് ഓടിപ്പോകുന്നത്. വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ആ ഈശോ ഹൃദയത്തിൽ ഞാനുമായിട്ട് ഒന്നായി ചേരുമ്പോൾ ആ ചങ്കോട് ചേർന്ന് കിടന്ന് മുഖമർത്തി ഒന്ന് കരഞ്ഞാൽ നമ്മുടെ സങ്കടത്തിന് ഉത്തരം അവിടെ കണ്ടെത്തിയിരിക്കും. തിരികെ നമ്മൾ വീട്ടിലെത്തുമ്പോൾ അവിടെ സന്തോഷവും സമാധാനവും സ്നേഹവും ഒക്കെ ആയിട്ട് ആ സ്നേഹത്തെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതേ സ്നേഹമുള്ളവരെ, നമ്മളെ ദേവാലയത്തിലേക്ക് അടുപ്പിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ തകർക്കാനും നമ്മളെ നശിപ്പിക്കാനും ആഗ്രഹിക്കുന്ന പിശാചിന്റെ തന്ത്രമാണെന്ന് നമ്മൾ ബോധ്യപ്പെടണം. നമ്മൾ മനസ്സിലാക്കണം. അവനെ തകർക്കണം. അവനോട് പോരാടി അവനെ പരാജയപ്പെടുത്തി ദേവാലയത്തിലേക്ക് ഓടി അണയണം. പ്രകാശത്തിനടുത്തേക്ക് ചെറുപ്രാണികളൊക്കെ ആകർഷിച്ച് ഓടിയെത്തുന്നത് പോലെ നമ്മൾ എത്തണം വിശുദ്ധ കുർബാനയിലേക്ക്. നമുക്കുള്ളതെല്ലാം നമ്മളെയും നമുക്കുള്ളതെല്ലാത്തിനെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിത പങ്കാളിയെയും മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ ആരോഗ്യത്തെയൊക്കെ ദൈവസന്നിധി സമർപ്പിക്കണം. അവിടെ നമുക്ക് എല്ലാത്തിനും ഒരു പൂർണ്ണതയുണ്ട്. അവിടെ എല്ലാത്തിനും ഒരു ഉത്തരമുണ്ട്. അവിടെ എല്ലാത്തിനും തീരുമാനമുണ്ട്. അത് സ്നേഹമുള്ളവരെ,
നമ്മുടെ ജീവിതം വിശുദ്ധ കുർബാനയോട് ചേർന്നുള്ളതായിട്ട് ആണ് എന്ന് ഒരു വലിയൊരു ബോധ്യം നമ്മുടെ ഹൃദയം നമ്മളെ ഭരിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.